കുറച്ച് ദിവസം മുൻപാണ് ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരു വാർത്ത എത്തിച്ചത്. അത് ഇന്ദിരാഗാന്ധി ഓപ്പൺ സർവകലാശാലയുടെ ഇല്ലാത്ത സെന്ററിലേക്ക് പരീക്ഷാ അപേക്ഷ ക്ഷണിച്ച് പ്രതിസന്ധിയിലായ വിദ്യാർത്ഥികളെ കുറിച്ചായിരുന്നു. എന്തായാലും ആ പ്രശ്നത്തിനൊരു പരിഹാരമാവുകയാണ്. ഇഗ്നോയുടെ MBA പരീക്ഷയ്ക്ക് കണ്ണൂർ സെൻട്രൽ ജയിൽ സെന്ററായി തെരഞ്ഞെടുത്ത് വെട്ടിലായ വിദ്യാർത്ഥികൾക്ക് ഒടുവിൽ പരീക്ഷ എഴുതാൻ അനുമതി കിട്ടിയിരിക്കുന്നു. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ പരീക്ഷാ സെന്റർ മാറ്റി അപേക്ഷിക്കാൻ സർവകലാശാല വിദ്യാർത്ഥികൾക്ക് അനുമതി നൽകി. തെറ്റായ വിവരം സർവകലാശാല വെബ്സൈറ്റിൽ നൽകിയതിനെ തുടർന്ന് 50-ലധികം വിദ്യാർത്ഥികളാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ പരീക്ഷാ സെന്ററായി തെരഞ്ഞെടുത്തിരുന്നത്. ന്യൂസ് 18 ഇംപാക്ട്. ജൂൺ മാസത്തിലാണ് ഇന്ദിരാഗാന്ധി ഓപ്പൺ സർവകലാശാലയുടെ MBA 3ാം സെമസ്റ്റർ പരീക്ഷ. കഴിഞ്ഞ 2 സെമസ്റ്ററിലും ഇവർ പരീക്ഷ എഴുതിയത് കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലായിരുന്നു. ഇത്തവണ നിർമ്മലഗിരിയിൽ പരീക്ഷാ സെന്റർ ഇല്ല. പകരം സർവകലാശാല വെബ്സൈറ്റ് അനുവദിച്ച സെന്ററുകളിലൊന്ന് കണ്ണൂർ സെൻട്രൽ ജയിലായിരുന്നു. യാത്രാ സൗകര്യമടക്കം പരിഗണിച്ച് നിർമ്മലഗിരിയിൽ പരീക്ഷ എഴുതിയ 50-ലധികം വിദ്യാർത്ഥികൾ 1700 രൂപ ഫീസ് അടച്ച സെൻട്രൽ ജയിൽ പരീക്ഷാ സെന്ററായി തെരഞ്ഞെടുത്തു. എന്നാൽ സെൻട്രൽ ജയിൽ പരീക്ഷാ സെന്റർ ആകുമോ എന്ന് സംശയം തോന്നിയ വിദ്യാർത്ഥികൾ ചിലർ നടത്തിയ അന്വേഷണത്തിലാണ് സർവകലാശാലയുടെ പിഴവ് കണ്ടെത്തിയത്. ജയിൽ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ജയിലിൽ പരീക്ഷാ സെന്റർ ഇല്ലെന്ന് ഉറപ്പായി. ഒരിക്കൽ അപേക്ഷ സമർപ്പിച്ചതിനാൽ 6 മാസം കഴിഞ്ഞു മാത്രമാണ് അടുത്ത അവസരം. ഇതോടെ ജൂണിൽ നടക്കുന്ന പരീക്ഷ ഇവർക്ക് എഴുതാൻ ആകില്ലെന്ന ആശങ്കയുണ്ടായി. വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടമാകുമെന്നത് ന്യൂസ് 18 വാർത്തയാക്കി. ഇതോടെ പിഴവ് ബോധ്യപ്പെട്ട സർവകലാശാല വീണ്ടും അപേക്ഷിക്കാൻ അനുമതി നൽകി. ഞാൻ ഇഗ്നോ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ MBA ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ജൂണിൽ 3rd സെം എക്സാം എഴുതേണ്ട സമയമായിരുന്നു. അപ്പോൾ ഞാൻ എക്സാം രജിസ്റ്റർ ചെയ്ത സമയത്ത് സെന്ററിന്റെ ഒരു ഇഷ്യൂ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കംപ്ലൈന്റ് ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്ലൈന്റ് കൊടുത്ത സമയത്ത് വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ന്യൂസ് 18 ഇടപെട്ടതോടുകൂടി എനിക്ക് ഇതിന് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇന്നായിരുന്നു എക്സാം രജിസ്റ്റർ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഇന്നലെ എനിക്ക് എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ന്യൂസ് 18 ഇടപെട്ടതോടുകൂടിയാണ് ഇതിനൊരു പെട്ടെന്നൊരു സൊല്യൂഷൻ ഉണ്ടായത്. പരിയാരമടക്കം വിവിധ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ എഴുതാൻ അനുമതി നൽകിയത്. സുമേഷ് മൊറാഴ, ന്യൂസ് 18 കണ്ണൂർ.